ആലപ്പുഴയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. കിഴക്കൻ എത്തിത്തുടങ്ങിയതോടെ ജലനിരപ്പ് ഉയർന്ന കുട്ടനാട്ടിൽ ഇനിയും മഴ തുടർന്നാൽ ജനജീവിതം കൂടുതൽ ദുരിതത്തിലാകും. തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാണ്. ജില്ലയിൽ ഇതുവരെ 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ആലപ്പുഴ ഇന്നും നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വെള്ളക്കെട്ടിലാണ്. കിഴക്കൻ വെള്ളമെത്തുന്നതിനാൽ വേമ്പനാട്ട് കായലിലും ആറുകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ 40 ഷട്ടറുകളിൽ 39 എണ്ണം തുറന്നു. തണ്ണീർമുഖം ബണ്ടിന്റെ 90 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. കുട്ടനാട്ടിൽ ജലനിരപ്പ് അപകടനില കടന്ന് ഉയരുകയാണ്. കനത്ത മഴ മൂലം എടത്തുവയിൽ തായങ്കരിക്കും കളങ്ങരയ്ക്കുമുള്ള 2 സർവീസുകൾ KSRTC നിർത്തിവെച്ചു. കൈനകരി കൃഷിഭവൻ പരിധിയിലെ കൂലിപ്പുരയ്ക്കൽ പാടശേഖരത്തിൽ മട വീണു. കൃഷിയില്ലാതിരുന്നതിനാൽ നാശനഷ്ടമില്ല. പുഞ്ചകൃഷിക്ക് ശേഷം രണ്ടാം കൃഷിക്കായി നിലമൊരുക്കുന്ന പാടശേഖരങ്ങളിൽ മടവീഴ്ചയുണ്ടാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. മഴക്കെടുതി നേരിടാൻ താലൂക്ക് ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ചേർത്തല പള്ളിപ്പുറത്ത് ഗൃഹനാഥൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. 65 വയസ്സുകാരനായ അശോകനാണ് റോഡിനോട് ചേർന്ന പാടശേഖരത്തിൽ വീണ് മുങ്ങി മരിച്ചത്. പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത ആലപ്പുഴ നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളം കയറി. പൂന്തോപ്പ്, കൊമ്മാടി, ചുങ്കം, പള്ളാത്തുരുത്തി എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. കായംകുളത്ത് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. കായംകുളം നഗരസഭയിൽ ചേരാവള്ളി, മുരിക്കുമൂടിന് തെക്കുവശം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുന്നത്. മഴയും വെള്ളക്കെട്ടും രൂക്ഷമായതോടെ ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ജനം, ആലപ്പുഴ.